ഹായ് ഹലോ മൈ വേ ഓഫ് ട്രാവൽ ആൻഡ് കുക്കിങ്ങിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. ചാലക്കുടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റൊരാളെ ഓർമ്മ വരിക ഈ ഒരു ജനറേഷൻ, നമ്മുടെ കലാമണി ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ പോകുന്നത് നമ്മളെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ അവരോട് പറഞ്ഞു, വാ നമുക്ക് ഓരോ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ തൊട്ട മുന്നിലാണ് ഈ ഒരു ചായക്കട. സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ 2 ചായയാണ് ഓർഡർ ചെയ്തത്. ബ്രോന്റെ പേര് പാരിസ് എന്നാണ്. ആളൊരു കോഴിക്കോടുകാരനാണ്, ഒരു അടിപൊളി മനുഷ്യനാണ്. അങ്ങനെ നമ്മൾ രണ്ടാളും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവനിതാ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ റെനോവേറ്റീവ് വർക്ക് ഒക്കെ കഴിഞ്ഞ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ചാലക്കുടി. അപ്പൊ നമുക്ക് പോകേണ്ടത് അങ്കമാലിയിലേക്കാണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ജേർണിയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതാ ടിക്കറ്റ് എടുക്കാമല്ലോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പൊ നമ്മളിതാ ടിക്കറ്റ് എടുത്തു. ഇപ്പൊ സമയം 6:30 കൃത്യം 7:30 നമ്മളെ ട്രെയിൻ വരുക. കണ്ണൂരിൽ നിന്ന് വരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. നല്ല നീറ്റ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ചാലക്കുടി ഉള്ളത്. കുറെ ട്രെയിനൊന്നും പക്ഷെ ഇവിടെ നിർത്തുന്നില്ല. വന്ദേ ഭാരത് അതേപോലെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനൊന്നും ഇവിടെ നിർത്തുന്നില്ല. അധികം എക്സ്പ്രസ് ട്രെയിനുകളാണ് ഈ ഒരു ചാലക്കുടി സ്റ്റേഷനിൽ നിർത്തുന്നത്. അപ്പൊ ഞാനൊക്കെ കണ്ണൂരൊക്കെ പോകണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി കുറവാണ്. അല്ലെങ്കിൽ വന്ദേ ഭാരത് പോലത്തെ ട്രെയിനൊക്കെ ക്യാച്ച് ചെയ്യണമെങ്കിൽ തൃശ്ശൂരോ അല്ല എറണാകുളമോ പോയിട്ട് വേണം ബോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഫാൻ ഉണ്ട് കറങ്ങുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ ടൈം ഉണ്ട്. എന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ് വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്തുണ്ട് നമ്മളെ പുതിയ വന്ദേ ഭാരത് ഇല്ലേ, നമ്മളെ റാക്ക് കൂട്ടിയിട്ടുള്ള വന്ദേ ഭാരത്. ആ ഒരു വന്ദേ ഭാരത് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊടുക്കുന്നത്. ഇവിടെ ചാലക്കുടി സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല. ഈ ഓറഞ്ച് വന്ദേ ഭാരത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പൊ സമയം 7 മണിയായി. അപ്പൊ 7 മണിയാകുമ്പോൾ തന്നെ ഇതാ നമ്മളെ കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ചാലക്കുടി സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാ സുഹൃത്തുക്കളെ നിങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാ നോക്കിയുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? എന്റെ പെങ്ങളാണ്. എന്റെ പെങ്ങളിൽ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയെന്ന്. 1 മാസത്തെ ലീവിന് വന്നത്. 1 മാസത്തെ ലീവ് പെട്ടെന്ന് കഴിഞ്ഞു. ഇവിടെ വരുമ്പോ ഞാൻ കൂട്ടാൻ പോയ വീഡിയോ ഞാൻ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് എയർപോർട്ടിലാണ് വന്നത്. ആ ഒരു 2 ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് വന്നിന്. അപ്പൊ അധികം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ അവള് തിരിച്ചു പോയിന്ന്. അപ്പം എനക്കും എന്താ പറയുക, കുറച്ച് സമയം ഇവളോട് ഹാങ് ഔട്ട് ചെയ്യാലോ. ഒരു 2-3 മണിക്കൂർ എനിക്ക് അവളും ഉണ്ടാവും. അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. എന്തെല്ലാം ഏട്ടാ സുഖം തന്നെയല്ലേ, എന്തെല്ലാം ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവൾ ചോദിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അവള് ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് നമ്മുടെ ലഗേജിലുള്ളത്. പിന്നെ അവള് പറഞ്ഞു, ഏട്ടാ ഞാൻ ആ ലഗേജ് ഒക്കെ ഇങ്ങോട്ടേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അവള് ലഗേജ് എടുത്തിട്ട് വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വളരെ അടുത്താണ്. 6.6 കിലോമീറ്റർ ആണ് ഇവിടുന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ദൂരം. 12 മിനിറ്റ് ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ട്രെയിനുകളും ഈ ഒരു സ്റ്റോപ്പില്ല. ഈ ഒരു ട്രെയിൻ ഉണ്ട് സ്റ്റോപ്പ്. മീൻസ് നമ്മുടെ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സിലെ കണ്ണൂർ എറണാകുളം ആ ഒരു ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതാ സ്റ്റേഷന് പുറത്ത് ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കറക്റ്റ് 353 രൂപയുടെ ഓട്ടാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തോന്നുന്നു കുറച്ച് പൈസ കൂടുതൽ പോലെ തോന്നിന്. ഈ ഒരു വണ്ടിയിലാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അടുത്താണ്, നമ്മൾ വിചാരിക്കുന്നതല്ല, വളരെ അടുത്താണ് എയർപോർട്ട്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറത്ത് നിന്നൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്കമാലി വന്നിറങ്ങിയിട്ട് ഇതേപോലെ ഊബർ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല. ടാക്സി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ വിജിന, അതുകൊണ്ട് ഇതാ തിരിച്ച് ഫ്ലൈയിങ് ബാക്ക് എന്നിങ്ങനെ പറയുന്നു. അദ്ദേഹത്തിന് അച്ഛനും അമ്മയും വന്നിട്ടില്ല. അച്ഛനും അമ്മയും പിന്നെ ഇവക്ക് രാത്രിയല്ലേ ഫ്ലൈറ്റ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കണ്ണൂരേക്കൊക്കെ പോകുമ്പോൾ ക്ഷീണം പിടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ, അമ്മ ഞാൻ കൊച്ചിയിലില്ലേ, അപ്പൊ അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഓളും മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഓള് നാളെ എത്തുക. ഞാനും ഓളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോ ഒക്കെ എടുക്കുകയാണ്. നമുക്ക് കുറച്ച് നല്ല ഗുഡ് ടൈംസ്. ഞാനും ഓളും അതങ്ങനെയാണ്. നമ്മൾ ഓരോ ജോലിന്റെ ഒക്കെ ഇതായി കഴിഞ്ഞാൽ എന്റെ സമയത്തിന് ഓൾ ഉണ്ടാവില്ല, ഓളെ സമയത്തിന് ഞാൻ ഉണ്ടാവില്ല. അപ്പൊ ഓള് വന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഓളം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ വന്ന് ഒരു 3 മണിക്കൂർ നമ്മൾ ഒരുമിച്ച്. അപ്പൊ 1 മാസത്തെ ലീവ് കഴിഞ്ഞ് പോയിന്നല്ലേ? എങ്ങനെയുണ്ട് ലീവ്? എങ്ങനെയുണ്ട്? മീൻസ് എൻജോയ് ചെയ്തിനാ? എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാല് ഫുൾ 1 മാസം ചെട്ടപ്പെടുന്ന പറഞ്ഞാൽ തീർന്നു. അവിടെ ഇവിടെയൊക്കെ പോകാനേ സമയം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇൻ ബിറ്റ്വീനിൽ നമ്മളെ വർക്കും അതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു സ്ട്രെസ്ഡ് ആയിരുന്നു. പക്ഷെ എന്നാലും പാരന്റ്സിനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. എൻ്റെ ബ്രദറിനെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വർക്ക് ഉള്ളതുകൊണ്ട് അവർക്കും അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. ആ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. നമ്മൾ 4 ആളും ഉള്ളൊരു വേർഡ് മിസ് ചെയ്തിന്. നമ്മൾ 3 ആളും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് അമ്മയും അച്ഛനെയും കൂട്ടിയില്ല ഇങ്ങോട്ടേക്ക്. കാരണം പിന്നെ കരച്ചിലും വീഴ്ചലും എല്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ലഗേജൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി. എൻ്റെ ബ്രദർ എറണാകുളത്ത് ആയതുകൊണ്ട് ഒരാടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഓറും
എയർപോർട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു സമാധാനത്തിൽ വീട്ടിൽ പോവാം. അപ്പം അങ്ങനെയാണ് സിഡ്നിയിലേക്ക് തിരിച്ചു പോവാന്ന് പറയേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യല്ലോ, വീട് മിസ് ചെയ്യും, നാട് മിസ് ചെയ്യും, എല്ലാം മിസ് ചെയ്യും. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, പിന്നെ ഒരു ഇമോഷനല്ലേ നമ്മളെ വീട്, നാട്, അച്ഛനമ്മ, കൂടപ്പുറപ്പ് മിസ് ചെയ്യും. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മളിത് എയർപോർട്ട് എത്താറായി. നമ്മളിപ്പോ ഔട്ടറിലുള്ളത്. നമ്മൾ എന്ത് ചെയ്ത്, നമ്മള് എയർപോർട്ടിന്റെ ഉള്ളിൽ ഇപ്പം പോകുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ. അപ്പൊ ഇവിടെ വെജിറ്റേറിയൻ ഒരു ഹോട്ടലുണ്ട്, ശരവണ ഭവൻ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ ഒരു ചേട്ടൻ അടിപൊളിയായിരുന്നു, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, നല്ല ആളായിരുന്നു. അപ്പൊ പുള്ളി നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന കാഴ്ച നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരവണാസ് കോഫി ഷോപ്പ്. അപ്പൊ ഇത് നമ്മുടെ ശരവണ ഭവനാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഞാനും വിജിനിയും ഇപ്രാവശ്യം ഒരുമിച്ച് വന്നിട്ട് പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല എന്തായാലും. ഞാൻ 2 ദിവസം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. അപ്പം അവൾ ഇന്ന് ഉച്ചക്കാണ് ട്രെയിനിൽ കയറിയത്. അവൾ അതിനുശേഷം ഒന്നും കഴിച്ചില്ല. ഞാനും അങ്ങനെ ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, മീൻസ് ഉച്ചക്ക് കഴിച്ചാണ്. അപ്പൊ നമുക്ക് രണ്ടാൾക്കും നല്ലോണം വിശക്കുന്നുണ്ടായിന്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ 2 വീഗൻസ് ആണ്, വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അടിപൊളിയാണ്. നമുക്ക് ഇവിടെ പോയിട്ട് എന്തൊക്കെ ഫുഡുകൾ എന്നെല്ലാം നോക്കാലോ. വാ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹോട്ടലിൽ. അങ്ങനെ നമ്മൾ ചപ്പാത്തിയും അതേപോലെ പനീർ ചില്ലി ട്രൈ ആണ് ഓർഡർ ചെയ്തത്. അതേപോലെ ചപ്പാത്തിന്റെ കൂടെ റൈത്ത, അതേപോലെ കുറുമ, അതേപോലെ ഒരു ഗ്രേവിയും കൂടി ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. നമ്മൾ പണ്ടേ ശരണഭവൻ കഴിക്കുന്നതാണ്. അതുപോലെ വെജിറ്റേറിയനാണ് ഞാനും ഓടും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ടൽസ് ആണ്. ഒന്ന് ഈ ശരണഭവൻ, അതേപോലെ തന്നെ ആര്യാസ്. ഒരു കഷ്ണം ചപ്പാത്തി പൊട്ടിച്ചു, എന്നിട്ട് നമ്മളെ റൈത്തയിലൊന്ന് മുക്കി, എന്നിട്ട് പനീർ ആഡ് ചെയ്തു. അത് രണ്ടും പനീറും ഇതും കൂട്ടി കഴിക്കാൻ ഓക്കെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിരുന്നു, മോശം ഉണ്ടായില്ല. എന്നിട്ട് ഒരു കഷ്ണം ചപ്പാത്തി പൊട്ടിച്ചു, എന്നിട്ട് പനീർ അതിൻ്റെ ഉള്ളിൽ വെച്ചു, എന്നിട്ട് നല്ല അടിപൊളി കുറുമയായിരുന്നു. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു, എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതും നല്ല അടിപൊളി, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് ഈ ശരണഭവനിലെ ഈ ഒരു സെറ്റ്, മീൻസ് ചപ്പാത്തി സെറ്റ് തന്നാൽ അവർ റൈറ്റെല്ലാം വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിച്ചതെല്ലാം കോയമ്പത്തൂർ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു തമിഴ് ഫുഡ്, മീൻസ് ഇത് തമിഴ് ടൈപ്പ് ആണല്ലോ. ശരണഭവൻ എന്ന് പറഞ്ഞാൽ ബേസ് തമിഴ്നാടാണല്ലോ. അപ്പൊ ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അതേപോലെ നമ്മൾ കാപ്പി പറഞ്ഞു. അപ്പൊ 2 കാപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട് അവര്. അതേപോലെ തന്നെ നമുക്ക് വിശപ്പ് കെട്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു റോസ്റ്റ് ഓർഡർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു 1/2 ആക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് നല്ല തേങ്ങാ ചട്നിയും അതുപോലെ തക്കാളി ചട്നിയും പിന്നെ ഈ പനീറും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് നല്ല മൊരിഞ്ഞ റോസ്റ്റ് ആയിരുന്നു. അതിന്റെ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇവിടെ ഒരു അടിപൊളി ശ്രീകൃഷ്ണന്റെ ഒരു വെണ്ണ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്റെ വീഡിയോയിൽ പകർത്തണം എന്ന് തോന്നി. നല്ല അടിപൊളി ഫുഡായിരുന്നു ശരണഭവനിലെ. അങ്ങനെ നമ്മൾ ശരണഭവനിൽ നിന്ന് ഇറങ്ങി. നമുക്ക് പോകേണ്ടത് ഇത് അങ്ങ് ദൂരെ കണ്ട ആ ലെഫ്റ്റ് സൈഡിൽ കണ്ട ടെർമിനൽ 3-ലാണ്. പക്ഷെ നമ്മൾ കറങ്ങി പോകണം, നടന്നിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ ഒരു ഓട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയെന്ന്. അപ്പോ ഓട്ടോ ഒന്നും വരുന്ന കാണുന്നില്ല. എന്നിട്ട് നമ്മളിതാ, ഞാനിത് ലഗേജ് ആയിട്ട് മുന്നിൽ നടക്കുകയെന്ന്. വിജയനെ ബാക്കിൽ വീഡിയോ എടുത്തോണ്ട് വരുന്നു. അപ്പൊ ഒരു ഓട്ടോ വന്നു. അപ്പൊ എന്നെ കൈ നീട്ടി. അപ്പൊ നമ്മളിതാ ഓട്ടോയിലേക്ക് കയറാൻ നോക്കുകയെന്ന്. എന്താ വെച്ചാൽ വിജയനെ 9 മണിക്ക് ഉള്ളിൽ കയറണം. 12:30 ഫ്ലൈറ്റ്. 3 മണിക്കൂറാണ് മുമ്പേ കയറണം എന്തായാലും. അപ്പൊ 9, 9:30, 10:30, 11:30, 12:30. അപ്പൊ 9:30 ഉള്ളിൽ ഉള്ളിൽ കയറണം, എന്നാൽ നമുക്ക് സമാധാനല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓട്ടോ കിട്ടിയോണ്ട് ഓട്ടോയിലേക്ക് ലഗേജ് എല്ലാം കയറ്റിയിട്ട് നമ്മൾ ടെർമിനൽ 3-ലേക്ക് പോകുന്ന കാഴ്ച നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഫുള്ളായിട്ട് ഇവിടെ സോളാർ എനർജി കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ് ഈ ഒരു എയർപോർട്ടിന്റെ ആവശ്യങ്ങൾക്കെല്ലാം ആയിട്ട് ഉപയോഗിക്കുന്നത്. ലോകത്തിൽ ഏക എയർപോർട്ടാണ് ഫുള്ളായിട്ട് സോളാറിൽ പ്രവർത്തിപ്പിക്കുന്ന ഏക എയർപോർട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അത് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ്. അതേപോലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിസിയസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ് ആണ്. അതേപോലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എയർ അറേബ്യ, എയർ ഏഷ്യ, എയർ ഏഷ്യ ഇന്ത്യ, എയർ ഇന്ത്യ, എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ജസീറ, എമിറേറ്റ്സ്, എത്തിഹാദ്, ഫ്ലൈ ദുബായ്, ഗൾഫ് എയർ, ഇൻഡിഗോ, കുവൈറ്റ് എയർവൈസ്, ലയൺ എയർ, മലേഷ്യൻ എയർലൈൻസ്, മലിൻഡോ എയർ, ഒമാൻ എയർവേസ്, ഖത്തർ എയർവേസ്, സൗദി അറേബ്യൻ എയർലൈൻസ്, സിംഗപ്പൂർ എയർലൈൻസ്, സ്പൈസ് ജെറ്റ്, ശ്രീലങ്കൻ എയർലൈൻസ്, തായ് എയർ ഏഷ്യ, തായ് എയർവേസ്, വിയറ്റ് ജെറ്റ്. ഈ ഫ്ലൈറ്റ്സ് എല്ലാം നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ എയർപോർട്ട് എന്ത് ഭംഗിയാണ്, നല്ല രസമില്ല. ഫ്ലൈ ഓവറും അതേപോലെ ലൈറ്റ്സ് ഒക്കെ, പാർക്കിംഗ് ഒക്കെ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഈ ഒരു എയർപോർട്ട് ഫുൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് ഭംഗിയാണ് നമ്മളെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കാണാൻ അല്ലേ.
നമ്മളിതാ ടെർമിനൽ 3 എത്തി. ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ ടെർമിനൽ 3യിലാണ്. അപ്പൊ ഇവിടുന്നാണ് ഇവക്ക് പോകേണ്ടത്. അപ്പൊ ടെർമിനൽ 3 എന്നുള്ള ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത്. നല്ല വലിയ വിശാലമായ പാർക്കിങ്ങും. നീ പറയണ്ടോ? കണ്ണൂരിന്ന് വെയിറ്റ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യാണ്. എന്നാലും എയർപോർട്ടിൽ വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാ ബാഗും ഒന്ന് തൂക്കി നോക്കി, എല്ലാം കറക്റ്റ് ആയിരുന്നു. ഇപ്പം കറക്റ്റ് 9:30 ആയി. അപ്പൊ ഇനിയിപ്പോ ഓക്ക് 3 മണിക്കൂർ മുമ്പേ ഉള്ളിൽ കയറണം എന്തായാലും. അപ്പോ ബോർഡിങ്ങും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അവള് എന്നോട് ബായ് പറഞ്ഞിട്ട് അവള് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പോകാൻ പോയിന്ന്. അതേപോലെ തന്നെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടാവും. അവര് അച്ഛനും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. എന്നാലും ഞാനും വിജിനും മാക്സിമം പിടിച്ചു നിന്നിന്. നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. എല്ലാം നല്ലത് വരൂ, നല്ലതേ വരൂ, നമുക്ക് രണ്ടാൾക്കും നല്ലതേ വരൂ, എല്ലാവർക്കും നല്ലതേ വരൂ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പിരിഞ്ഞത്. അപ്പോ എന്താ പറയണ്ടേ, പിന്നെ എനക്ക് ഇവിടുന്ന് അവള് പോകുന്നു പറയുമ്പോ എനക്ക് എന്തോ പോലെ ആയിന്. പക്ഷെ ഞാനത് എന്റെ മനസ്സിലും എന്റെ മുഖത്തും ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ നിന്ന്. അതേപോലെ തന്നെ ഓളിതാ ഡിപ്പാർച്ചറിലേക്ക് കയറി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓളെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ എയർവേസ് ആണ്. അപ്പൊ അത് മലേഷ്യൻ കോലാലംപൂർ ഇതുണ്ട്, മീൻസ് അവിടെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പം അവിടുന്ന് ഡയറക്റ്റ് സിഡ്നിയിലേക്കാണ് ഓളെ ഫ്ലൈറ്റ്. അപ്പം ഓളിതാ ട്രോളി എടുത്തിട്ട് ഡിപ്പാർച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയിൽ നമ്മൾ വരുമ്പോൾ കണ്ടിട്ടില്ലേ, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഡിപ്പാർച്ചറിൽ പോകുമ്പോൾ നമുക്കൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടാവും. അതാണ് എല്ലാവരും നാട്ടിലേക്ക് നിന്ന് അടിച്ചു പൊളിച്ചിട്ടുള്ള പോകുന്നതല്ലേ. അപ്പോൾ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇത് കണ്ട, ഇതൊരു നല്ല മൂവ്മെന്റ് ആണ്. കുറെ ടൂറിസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പോകുന്ന ടൂറിസ്റ്റുകളാണ്. അപ്പൊ ഒരു ഡ്രൈവർ ചേട്ടനാണ് അവരെ ഇവിടെ കൊണ്ടാക്കിയത്. അപ്പൊ അവര് തമ്മിലുള്ള സ്നേഹബന്ധം എന്താണെന്ന് അറിയോ, ഞാൻ കണ്ട് ശരിക്കും അതിശയപ്പെട്ടു പോയി. അവര് ഈ ഒരു ഇവിടുന്ന് ഉള്ളിലേക്ക് പോകുന്നേ ഉണ്ടായില്ല. ആ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടന്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്ന് വെച്ചാൽ അവിടെ ക്രൗഡഡ് ആയിരുന്നു. ആ ഒരു ഇംഗ്ലീഷുകാർ ആ ചേട്ടൻ തമ്മിലുള്ള ആ ഒരു ബോണ്ട് നമ്മുടെ കേരളത്തിന് ആ ഒരു ഇതേപോലത്തെ ഡ്രൈവർ ചേട്ടന്മാരുണ്ടെങ്കിൽ നല്ലതാണ്. എന്തുകൊണ്ട് വെച്ചാൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യും. അപ്പം കൂടുതൽ ടൂറിസ്റ്റുകൾ നമ്മുടെ നാട് കാണാൻ വരും. അപ്പൊ ആ ഒരു ഇതിൽ നമ്മളെ നാട്ടിൽ നല്ല ഇൻകം ഒക്കെ ഉണ്ടാവും. എന്തൊരു ഭംഗി ഇതാണെന്നറിയോ ആ ഒരു ബന്ധം. നിങ്ങൾ നോക്കിയാട്ടെ, ആ ഒരു ഫോറിനേഴ്സ് അവരിങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് ടാറ്റ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്റെ പെങ്ങളുടെ ഇതൊക്കെ മീൻസ് എമിഗ്രേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എമിഗ്രേഷൻ അല്ല, ജസ്റ്റ് ചെക്ക് ഇൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പോലീസ് വെരിഫിക്കേഷൻ. അപ്പൊ അവളിതാ എന്നോട് ടാറ്റ പറയുന്നത്, അവളിതാ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങളിപ്പോ കണ്ടുകൊടുക്കുന്നത്. 2A എന്ന് പറയുന്ന ഗേറ്റിലൂടെയാണ് അവൾ ഉള്ളോട്ട് പോകുന്നത്. ഇത് അവളിങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കിയിട്ട് ഒരു ഫ്ലൈങ് കിസും കാര്യമൊക്കെ തന്നിട്ടാണ് അവളിതാ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു. കുറച്ചിങ്ങനെ ദൂരെ പോകുന്ന പോലെ പോകുമ്പോൾ നമുക്ക് വല്ലാത്ത ഫീലാണ്. അതേപോലെ ആ ഒരു ഫോറിനർ ഉണ്ട്, തിരിഞ്ഞിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഡ്രൈവർ ചേട്ടൻ്റെ ഇങ്ങനെ ടാറ്റ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയാണ്, നമ്മുടെ കൾച്ചറാണ്. എത്ര നല്ല രീതിയിലാണ് എത്ര നല്ല സന്തോഷത്തോടു കൂടിയാണ് ആ ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത്. അവരെ നാട്ടിൽ പോയിട്ട് നമ്മളെ നാട്ടിനെ പറ്റി പറഞ്ഞ് കുറെ ആൾക്കാർ നമ്മളെ നാട്ടിനെ അട്രാക്ട് ചെയ്ത് കുറെ ഫോറിനേഴ്സ് അതേപോലെ വരും. അപ്പൊ അത് നമ്മുടെ നാട്ടിന് നല്ല കാര്യമാണ്. ഇപ്പൊ ദുബായി ഒക്കെ കാണുന്നില്ല, ദുബായി ഒക്കെ ശരിക്കും പറഞ്ഞാല് മുന്നോട്ട് പോകുന്നതിന് ടൂറിസത്തിന്റെ ഇതിലാണ്. അപ്പൊ അത് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിനെ അത്രയും നല്ല ഗുണം ചെയ്യുകയുള്ളൂ. അങ്ങനെ വിജിനെ ഇതാ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇനി എമിഗ്രേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി പോയിന്ന്. അപ്പൊ ഞാൻ കണ്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ടാറ്റി മുതലേ ഫ്ലൈങ് കിസ് ഒക്കെ തരുന്ന കാഴ്ച നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അവള് ഇനി കുറച്ച് സമയം ഒരു 2 മണിക്കൂറും കൂടി ഇന്ത്യയിലുള്ളൂ. ഇനി ഇന്ത്യയിൽ ഫ്ലൈ ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പോയിന്ന്. ഓൾ ദ ബെസ്റ്റ് വിജിന, ഹാവ് എ ഗ്രേറ്റ് ഇയർ ഹെഡ്. എല്ലാം നല്ലതായി വരട്ടെ. എയർ ഏഷ്യന്റെ ഫ്ലൈറ്റ് ആണ്. 12:30 ആകുമ്പോഴാണ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മീൻസ് കൊച്ചിന്ന് ടേക്ക് ഓഫ് ചെയ്യുക. അപ്പോ അതുവരെ സമയമുണ്ട്. ഇപ്പം ഒരു 10 മണിയായി. അവളിതാ നോക്കിയിട്ട് തിരിഞ്ഞിരിഞ്ഞ് ടാറ്റ പറഞ്ഞുകൊണ്ട് പോയിന്ന്. കൊച്ചി ടു കോലാലംപൂർ, കോലാലംപൂർ ടു സിഡ്നി ആണ്. കോലാലംപൂർ 1 മണിക്കൂറേ ഉള്ളൂ ലേ ഓവർ. ആ 1 മണിക്കൂർ പെട്ടെന്ന് പോകും. ഗേറ്റ് ഒക്കെ കണ്ടെത്തിയിട്ട് പോണ്ടേ. അപ്പൊ 1 മണിക്കൂർ പെട്ടെന്ന് പോകും. ഇതാ ഞാനതിന്റെ പുറത്തിറങ്ങി. ഞാൻ പുറത്തിറങ്ങുമ്പോൾ കണ്ട നമ്മളെ ഈ ഒരു ഇതില്ലേ ട്രോളി, അതൊക്കെ ഇപ്പം ഇങ്ങനെ മീൻസ് കുറെ ട്രോളികൾ ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ ബാക്കിൽ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ വെച്ച് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇവിടെ വ്യൂവേഴ്സ് ഗാലറി ഉണ്ട്, അപ്പൊ അതിന്റെ ഉള്ളിൽ കയറാന്ന്. അപ്പോ ഇവിടെ കയറാൻ വേണ്ടി അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞത് 60 റുപ്പീസ് ആണ്. പക്ഷെ രാത്രി കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് വെച്ചാൽ ഡാർക്ക് ആയതുകൊണ്ട് ഈ വിമാനത്തിന്റെ ലൈറ്റുകളെല്ലാം മാത്രമേ കാണൂ. ശരിക്കും ഒരു ക്ലിയർ വ്യൂ ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിജിനെ പോകുന്ന സമയത്ത് ഇതേപോലെ വന്നിട്ട് ഇവിടെ എൻട്രി ചെയ്തിനായിരുന്നു. പിന്നെ വിജിനെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളെല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല AC ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതാ സെക്യൂരിറ്റി ചേച്ചിക്ക് ഞാൻ അത് കൊടുത്തു, ബില്ല് കാണിച്ചു കൊടുത്തു. അപ്പൊ ചേച്ചി പറഞ്ഞു ഓക്കെ ഉള്ളിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കഫേ പോലെയുണ്ട്.
ഇവിടെ അധികവും എയർ ഹോസ്റ്റസ്മാരും അവരൊക്കെ വന്ന് ഇവിടുന്ന് സ്നാക്സും അതേപോലെ ടീ കോഫി അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ പലഹാരങ്ങളും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ടാവുന്ന തോന്നുന്നു. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് പുറത്തുനിന്ന് ശരവണ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഇവിടെ കുറെ സീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടാക്കല്ല, ഇവിടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതേപോലെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വിമാനം പോകുന്നതും വരുന്ന കാര്യങ്ങളെല്ലാം കാണാം. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ഇതാക്കൂല, മീൻസ് പ്രൊമോട്ട് ചെയ്യില്ല. അത്ര വലിയ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂല. കുറെ ആളൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 60 എന്ന് പറഞ്ഞിട്ട് കുറെ പ്രൈസ് ആവുമല്ലോ. അപ്പം എന്താ പറയണ്ടേ, ഞാൻ അത്ര ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പകലാണെങ്കിൽ നിങ്ങൾ വന്നാൽ നല്ല ഇതായിരിക്കും. ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റ് ഇതാ പൊങ്ങുന്ന കാഴ്ച നിങ്ങൾ ഇപ്പൊ കണ്ടുകൊടുക്കുന്നത് കണ്ടോ. ആ ഒരു ലൈറ്റ് ഇങ്ങനെ കാണാനല്ലോ, പക്ഷെ വിമാനം ഫുൾ ആയിട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടാവില്ല. അപ്പം ഞാനിതാ ആ പോകുന്ന ഫ്ലൈറ്റ് ഇൻഡിഗോന്റെ ഒരു ഫ്ലൈറ്റ് ആണ്. ഇൻഡിഗോന്റെ കുറെ ഫ്ലൈറ്റ്സ് ഉണ്ട് ഇവിടെ. അതേപോലെ നിങ്ങൾക്ക് ഇത് അവിടെ ഫ്ലൈറ്റ് കാണാൻ പറ്റും. അതേപോലെ ബസ്സൊക്കെ കാണാം. യാത്രക്കാരെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവന്ന ബസ്സാണിത്. അതേപോലെ വിജിന ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അവിടെ ഗേറ്റിന്റെ അടുക്ക ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വേറെ അപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഏട്ടാ നീ പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് കൊച്ചിയിൽ റൂമിലേക്ക് പോയിന്ന്. ഇത് എഡിറ്റ് ചെയ്യുന്ന പിറ്റേ ദിവസമാണ്. അപ്പൊ അപ്പോഴത്തേക്ക് വിജിനന്റെ ഭർത്താവിന്റെ അടുക്ക് എത്തി. ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെത്തി. അപ്പൊ ആ ഒരു വാർത്തയും കൂടി ഞാനിവിടെ അറിയിക്കുന്നു. അപ്പൊ എന്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സി യു.